കോപ്പറേറ്റില്ലെങ്കിൽ ഒരു ഡെലിവറി കഴിഞ്ഞ് വേഗം പെട്ടെന്ന് വേഗം പോയി കോപ്പറേറ്റോ അപ്പം പുള്ളിക്കാരൻ എനിക്ക് PID എന്ന് പറയും പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഇച്ചിങ് ഉണ്ട്, ഇറിറ്റേഷൻ ഉണ്ട്, അബ്ഡോമിനൽ പെയിനോ ബാക്ക് പെയിനോ ഉണ്ട്, ജസ്റ്റ് റിമൂവ് ഇറ്റ്. ഇവരൊരു കോപ്പർട്ടി ഇട്ടു, അവർക്ക് ഇൻഫെക്ഷൻ വന്നു, അവർ റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് മൈക്കോ എടുത്ത് ഇറങ്ങി, നിങ്ങൾക്ക് കോപ്പർട്ടി ഇട്ടിട്ട് ഇൻഫെക്ഷൻ PID വരുമോ എന്ന് ചോദിച്ചു. കുറെ പേര് കമന്റ് ചെയ്തു. അപ്പൊ കോപ്പർട്ടി കാരണം PID ഉണ്ടാവും, സ്ഥാപിച്ചു. ശുഭം. ഇതുപോലെ കുറെ ആളുകളുണ്ട്. എക്സ്പീരിയൻസ് വെച്ചിട്ട് ആൾക്കാരെ പേടിപ്പിക്കുക, വൈറലാക്കുക. പിന്നെ മലയാളികൾക്ക് നെഗറ്റിവിറ്റി മാത്രമേ ആവശ്യമുള്ളതുകൊണ്ട് ഇതിനൊക്കെ വലിയ സ്കോപ്പുമാണ്. എക്സ്പീരിയൻസ് അല്ല, എക്സ്പെരിമെന്റ്സ് ആണ് സയൻസ്. ആയിരക്കണക്കിന് ആളുകളിൽ ഈ എക്സ്പെരിമെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കോപ്പർട്ടി നിങ്ങളുടെ മേലെ ഉപയോഗിക്കാൻ പോലും തുടങ്ങിയത്. അപ്പൊ ഇന്ന് സയൻസിന് കോപ്പർട്ടിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാൻ മനസ്സുണ്ടോ? കോപ്പർട്ടി PID അഥവാ പെൽവിക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുവോ? ഡയറക്ട്ലി നോ. അപ്പൊ ഇവർക്ക് സംഭവിച്ചത് എന്താണ്? ഞാൻ ഡെയിലി OPയിൽ ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന ഒരുപാട് സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. 10 പേരെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ 9 പേർക്കും കോപ്പർട്ടി ഇല്ല. ഇനി കോപ്പർട്ടി ഇട്ട് 10 പേരുണ്ടെങ്കിൽ അവർക്ക് ഒരാൾക്ക് ഇൻഫെക്ഷൻ കാണുള്ളൂ. അപ്പൊ ഇത് തമ്മിൽ എങ്ങനെയാണ് അസോസിയേഷൻ ഉണ്ടാവുക? ഇതാണ് നിങ്ങളുടെ യൂട്രസ്, ഇത് സർവിക്സിന്റെ ഓപ്പണിംഗ്, ഇത് നിങ്ങളുടെ യോനി വജൈനൽ കനാൽ. കോപ്പർട്ടി ഇടുന്നത് ദേ ഇവിടെയാണ്. ഈ കോപ്പർട്ടി കാരണം യൂട്രസിന് മൊത്തമായിട്ടുള്ള ഇൻഫെക്ഷൻ ആയിട്ടുള്ള PID ഉണ്ടാവില്ല. ഇനി ഉണ്ടായാൽ തന്നെ അത് ഇടുന്ന സമയത്ത് മാത്രം. 2 സിറ്റുവേഷനിൽ, ഒന്ന് കോപ്പർട്ടി ഇടുന്ന മുന്നേ വെജൈനൽ ഇൻഫെക്ഷൻസോ മറ്റോ ഉണ്ടോ എന്ന് നോക്കാതെ അത് ട്രീറ്റ് ചെയ്യാതെ കോപ്പർട്ടി ഇട്ടാൽ. രണ്ടാമത്, ആ കോപ്പർട്ടി ഇടുന്ന സമയത്ത് നല്ല സ്റ്റെറൈൽ പ്രിക്കോഷൻസ് യൂസ് ചെയ്യാതെ ബാക്ടീരിയ അകത്ത് കയറിപ്പോയാൽ. കോപ്പർട്ടി ഇട്ട് കഴിഞ്ഞ് പതുക്കെ പതുക്കെ വരുന്ന ഇൻഫെക്ഷൻ ഒരിക്കലും കോപ്പർട്ടി റിലേറ്റഡ് അല്ല. അതിന് അവരുടെ വീഡിയോ കണ്ടാൽ തന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. കേട്ടോക്കാം. ഇപ്പൊ എനിക്ക് 1 വർഷം ആകാൻ പോകും, പക്ഷേ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏറെ ഒരു വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായി. ഏത് സ്ത്രീക്കും തുടരെ വെജൈനൽ ഇൻഫെക്ഷൻസ് വരാം. അതിനുള്ള കാരണം കറക്റ്റ് ആയിട്ടുള്ള സെക്ഷൽ ഹൈജീൻ അല്ലെങ്കിൽ പീരീഡ് ഹൈജീൻ ഒക്കെ കീപ്പ് ചെയ്യാത്തതും ഒക്കെ ആവാം. വെജൈനൽ ഇൻഫെക്ഷൻ ആണ് ആദ്യം വന്നത്, വൈറ്റ് ഡിസ്ചാർജ്. അപ്പൊ ഒരു ഡോക്ടറെ കാണിച്ചില്ല. അവിടെ തീരേണ്ട പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത വരി കേൾക്കാം. കുറേ നാൾ കഴിയുമ്പോൾ ആ ഒരു വൈറ്റ് ഡിസ്ചാർജിന് ഒരു കളർ ഡിഫറൻസ് വന്നു, ഒരു സ്മെൽ ഡിഫറൻസ് വന്നു, നമ്മൾ ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ വന്നു. ട്രീറ്റ് ചെയ്യാത്ത വെജൈനൽ ഇൻഫെക്ഷൻ അസെൻഡ് ചെയ്ത് സർവിക്സിൽ എത്തിയപ്പോഴാണ് പിന്നെ ബാഡ് സ്മെല്ലും മുകളിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനും കൂടെ വന്നത്. അതും അവർ ട്രീറ്റ് ചെയ്തില്ല, ഡോക്ടറെ കാണിച്ചില്ല. ഈ നിമിഷം വരെ അത് കോപ്പർട്ടി അറിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഭയങ്കരമായ വയറുവേദനയും വരാണെങ്കിൽ നടുവേദനയും വരാണെങ്കിൽ വയറുവേദനയും ഇന്ത്യൻസ് ആയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ഗൈനക്കിനെ പോയി കൺസൾട്ട് ചെയ്തു. കോപ്പർട്ടിയുടെ ത്രെഡ് സർവിക്സിലൂടെ പുറത്തോട്ടാണ് നിൽക്കുന്നത്. ഈ അൺട്രീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷനും ബാക്ടീരിയയും അവസാനം ആ ത്രെഡിൽ കയറിക്കൂടി അതിലൂടെ അസെൻഡ് ചെയ്ത് കോപ്പർട്ടിയിൽ എത്തി. ഒരു ഫോറിൻ ബോഡി ആസച്ച് ഇൻഫെക്ഷൻ ഉണ്ടാക്കില്ല, പക്ഷേ അവിടേക്ക് ബാക്ടീരിയ എത്തിപ്പെട്ടാൽ അത് ഫ്ലെയർ ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ അത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ആയി. അപ്പോൾ മാത്രമാണ് അവർ ഡോക്ടറെ അടുത്തേക്ക് പോയത്. അപ്പൊ പഴി പറയാൻ എളുപ്പമാണ്, കോപ്പർട്ടി കാരണം ഇൻഫെക്ഷൻ ഉണ്ടായി, ഇനി അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? ജസ്റ്റ് റിമൂവ് ഇറ്റ്. അല്ല, ബോഡിയിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായപ്പോലും ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ലൈൻ. കോപ്പർട്ടി ഇട്ടിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറും ആദ്യം കോപ്പർട്ടി റിമൂവ് ചെയ്യാൻ പറയാറില്ല, ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാനേ പറയാറുള്ളൂ. ഒരു 14 days ആന്റിബയോട്ടിക് കോഴ്സ് ഒക്കെ എടുത്താൽ തീരാവുന്ന കാര്യമുള്ളൂ. സ്വന്തം വെജൈനൽ ഇറിറ്റേഷനും ചൊറിച്ചിലും വരുമ്പോൾ പറയാൻ മടിച്ച് അകത്തിരുന്നിട്ട് അത് അവസാനം കോപ്പർട്ടി വരെ എത്തിച്ച് ഇൻഫ്ലമേഷൻ ആവുമ്പോൾ കോപ്പർട്ടിനെ പഴി പറയുന്നത് ശരിയല്ല. അപ്പൊ വെറുതെ സയൻസ് കയ്യിലെടുത്ത് ആളുകളോട് കമന്റ് ചെയ്യിപ്പിച്ചിട്ട് അസോസിയേഷൻ കോസേഷൻ പ്രൂവ് ചെയ്യാൻ നിൽക്കണ്ട. അതൊക്കെ പ്രൂവ് ചെയ്യുന്നത് അത് ഉണ്ടാക്കാവുന്ന മറ്റൊരുപാട് ഫാക്ടേഴ്സ് ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് വഴിയാണ്. മറക്കണ്ട.